ഹായ് ഗായ്സ്, ജെയ്മെയിൻ 2025 ഫേസ് 1 ജനുവരി 23 ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ നമ്പർ 8 മാത്സിലെ ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സി if area of the region is e square plus 8e plus 1 divided by then the value of a is actually the question is purely from application of integrals അല്ല എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുക അല്ലേ. നമുക്കറിയാം ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്താക്കണം, ഗ്രാഫ് വരക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ എക്സാക്സിൽ എവിടെ മുതൽ എവിടെ വരെ കൺസിഡർ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 മുതൽ +1 വരെ കൺസിഡർ ചെയ്യണം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഗ്രാഫിൻ്റെ സ്വഭാവം നമ്മൾ അറിയണം. ഓക്കെ, നമുക്കിവിടെ എന്തുണ്ട്, എ പോസിറ്റീവ് ആണ് നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ എന്താണ് ഇറൈസ്ഡ് ടു എന്താണ് മോഡ് എക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്, ശരിയല്ലേ. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കാം -1 മുതൽ +1 വരെയുള്ള കൺസിഡറേഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആദ്യം -1 മുതൽ എന്താണ് 0 വരെ. ഓക്കെ, നമുക്കറിയാം ഈ മോഡ് എക്സിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞാട്ടെ, -x എന്ന് പറഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിട്ട് മാറി, 0 ലെസ് ദാൻ അല്ലെ y ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു a പ്ലസ് e റൈസ് ടു -x മൈനസ് e റൈസ് ടു -x എന്ന് വന്നു. ഓക്കെ, റെഡി അല്ലേ. അതായത് നമ്മുടെ ഗ്രാഫ് 0 ലെസ് ദാൻ y ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എന്താണ് a എന്നായിട്ട് മാറി. ഓക്കെ, റെഡി അല്ലേ. അപ്പോൾ -1 മുതൽ +1 വരെ അത് വളരെ എളുപ്പമുള്ള ഒരു ഗ്രാഫാണ്, ഒന്നുമില്ല, എന്താണ് എ അല്ലേ. എൻ്റെ താഴെ നമ്മൾ ജസ്റ്റ് എന്താക്കുക, ഷെയ്ഡ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കറിയാം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡി അല്ലേ. അപ്പോൾ 0 ലെസ് ദാൻ y ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇത് നോക്കണം, ഇത് -1 ആണ്, ഇത് -1 ആണ്, ഇതെന്താണ് +1 ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, അപ്പോൾ 0 ലെസ് ദാൻ y ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എ അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എൻ്റെയും 0ൻ്റെയും ഇടയിലാണ് y കിടക്കുന്നതാണ് നമ്മുടെ റീജിയൻ കിടക്കുന്നത് എന്ന് മാത്രമേ എന്തുള്ളൂ, മീനിങ് ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വെറുതെ പേജാറാവൊന്നും വേണ്ട. ഓക്കെ, അതായത് ശ്രദ്ധിക്കുക, ഇതാണ് എ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ -1ൻ്റെയും 0ൻ്റെയും ഇടയിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ട റീജിയൻ എന്ന് പറഞ്ഞാൽ സിംപിളി എന്താണ്, ഇതാണ്. ഓക്കെ, ഇതാണ് 0 ലെസ് ദാൻ y ലെസ് ദാൻ ഓക്കെ y ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എന്താണ് എ. y എന്ന് പറയുമ്പോൾ 0ൻ്റെയും എൻ്റെയും ഇടയിൽ കിടക്കുന്ന സംഭവം, അത്രേ പറഞ്ഞിട്ടുള്ളൂ അവിടെ. റെഡി അല്ലേ. ഇനി മക്കളെ, ഇനി അടുത്തത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു -1ൻ്റെയും 0ൻ്റെയും ഇടയിൽ കിടക്കുമ്പോഴുള്ള സംഗതിയാണ് ഇതെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിക്കുക, വാട്ട് ഇസ് നെക്സ്റ്റ്. ഇനി അടുത്തത് നോക്കണേ, ശ്രദ്ധിക്കുക, ഇനി 0ൻ്റെയും +1ൻ്റെയും ഇടയിൽ കിടക്കുമ്പോൾ വെൻ എക്സ് ഈസ് ഇൻ ബിറ്റ്വീൻ എന്താണ് 0 ആൻഡ് +1. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് ഓക്കെ എന്താണ് മക്കളെ സംഭവിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക 0 ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു അല്ലേ a പ്ലസ് e റൈസ് ടു എക്സ് മൈനസ് e റൈസ് ടു -x എന്ന് വരും. ഓക്കെ, അതായത് ശ്രദ്ധിക്കുക, അതായത് e റൈസ് ടു അതായത് നമുക്കറിയാം 0ൻ്റെയും 1ൻ്റെയും അടുക്ക് അഥവാ 0-നേക്കാൾ വലുതാകുന്ന സമയത്ത് മോഡ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് x, 0-നേക്കാളും ചെറുതാകുന്ന സമയത്ത് മോഡ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് -x. ഓക്കെ അല്ലേ. അപ്പോൾ ഇതേ ഉള്ളൂ നമ്മൾ എന്താക്കാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്. സാർ അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക, അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്, സത്യം പറഞ്ഞാൽ എനിക്കും എന്തില്ല ഒരു ധാരണയൊന്നുമില്ല ഇത്, കാരണം ഇതിൻ്റെ ഗ്രാഫ് ഞാൻ ഇതിൽ വരച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ഞാൻ എളുപ്പത്തിൽ എന്താകുമ്പോൾ അതിൻ്റെ ഗ്രാഫ് ഏകദേശ രൂപം ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ വരക്കും. മനസ്സിലായല്ലേ. ഓക്കെ, എങ്ങനെയാണ് ഞാനത് വരച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ. അതായത് നിങ്ങൾ നോക്കിയോട്ടെ, ഞാൻ y ഇസ് ഈക്വൽ ടു a പ്ലസ് e റൈസ് ടു എക്സ് മൈനസ് e റൈസ് ടു -x ഗ്രാഫ് വരയ്ക്കുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എക്സിന് എന്താക്കുന്ന 0 കൊടുക്കുന്നു, ശരിയല്ലേ. എക്സിന് 0 കൊടുക്കുന്നു, അങ്ങനെ 0 മുതൽ 1 വരെയല്ലേ നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എക്സിന് ഞാൻ എന്താക്കുന്നു 0 കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ y ഇസ് ഈക്വൽ ടു എന്താണ് a പ്ലസ് നോക്കണേ e റൈസ് ടു 0 മൈനസ് e റൈസ് ടു എന്താണ് -0 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, യെസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ് മക്കളെ e ആണ്, a ആണ് അല്ലേ. കാരണം e റൈസ് ടു 0 എന്ന് പറയുമ്പോൾ 1 ആണ്, e റൈസ് ടു -0 1 ആണ്. മനസ്സിലായില്ലേ. അപ്പോൾ തുടക്കം എന്ന് പറയുമ്പോൾ എന്താണ് a ആണ് അല്ലേ. എക്സ് 0 ആകുന്ന സമയത്ത് y എന്താണ് a ആണ്. ക്ലിയർ ആയില്ലേ. എക്സ് 0 ആകുന്ന സമയത്ത് y എന്താണ് a ആണ്. അത് നമുക്ക് എന്താ ഇവിടെ മനസ്സിലായി, ശരിയല്ലേ. റെഡി അല്ലേ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ റീജിയൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ എന്താക്കണം, ഈ ഗ്രാഫ് വരയ്ക്കണം, ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കണം. അതിൻ്റെ സ്റ്റെപ്പാണ് പറയുന്നത്. ഞാൻ ഇവിടെ 0 മുതൽ 1 വരെയാണ് വരയ്ക്കുന്നത്. ആദ്യം ഞാൻ എന്താക്കി എക്സിന് 0 കൊടുത്തു. അപ്പോൾ എക്സിന് 0 കൊടുത്ത സമയത്ത് y ഈസ് ഈക്വൽ എന്താ കിട്ടുന്നത്, a എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം ഈ ഫംഗ്ഷൻ്റെ സ്വഭാവം ഞാൻ എന്താക്കാണ് നോക്കുകയാണ്. നല്ല സ്വഭാവമാണെന്ന് പറഞ്ഞേക്കരുത്, അതായത് ഇത് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്നൊക്കെ ഞാൻ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം y ഈസ് ഈക്വൽ ടു എന്താണ് a പ്ലസ് അല്ലെ e റൈസ് ടു എക്സ് പ്ലസ് e റൈസ് ടു -x ആണ്, ശരിയല്ലേ. യെസ് e റൈസ് ടു എക്സ് പ്ലസ് e റൈസ് മൈനസ് e റൈസ് ടു -x ആണ്, ശരിയല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയാട്ടെ, ഞാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dy/dx ഇസ് ഈക്വൽ ടു അല്ലെ എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ആണ് 0 ആണ്, e റൈസ് ടു എക്സ് മൈനസ് e റൈസ് ടു -x എന്ന് പറഞ്ഞാൽ മൈനസ് e റൈസ് ടു -x ആണ്, ശരിയല്ലേ. അഥവാ e റൈസ് ടു എക്സ് പ്ലസ് e റൈസ് ടു -x. ഓക്കെ, നമുക്കറിയാം e റൈസ് ടു എക്സ് എപ്പോഴും പോസിറ്റീവ് ആണ്, ഇതും എപ്പോഴും പോസിറ്റീവ് ആണ് അല്ലേ. അപ്പോൾ എൻ്റയർ സാധനം എന്താണ്, പോസിറ്റീവ് ആണ് അല്ലേ. ദാറ്റ് മീൻസ് ദ ഫംഗ്ഷൻ ഈസ് എന്താണ്, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്.
ഓക്കെ, അപ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ, അപ്പോൾ അത് കൂടി പോകും. ഓക്കെ റെഡി. അപ്പോൾ ഇങ്ങനെയാണ് എന്താക്കുക ഗ്രാഫ് വരിക. അപ്പോൾ ഇത് എവിടെ പോയി വൈ ആക്സിൽ നിൽക്കും എന്നുള്ള കാര്യം നമ്മൾ ആക്ച്വലി നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്താക്കുക ഞാൻ പറഞ്ഞുതരാം എവിടെ പോയി വൈ ആക്സിൽ നിൽക്കും എന്നുള്ള കാര്യം. ഓക്കെ, അതായത് നമ്മൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അടുത്ത നമ്മൾ 1ന്റെ ഇമേജ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 1ന്റെ ഇമേജ് കണ്ടുപിടിക്കുക y ഈസ് ഈക്വൽ ടു എന്താണ് a പ്ലസ് e റൈസ് ടു 1 മൈനസ് e റൈസ് ടു എന്താണ് -1, അഥവാ a പ്ലസ് e റൈസ് ടു 1 മൈനസ് 1 ബൈ e. ഓക്കെ, അതായത് നമ്മൾ ഈ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ a പ്ലസ് e റൈസ് ടു 1 മൈനസ് എന്താണ് 1 ബൈ e ആയിരിക്കും. ക്ലിയർ അല്ലേ? പക്ഷെ അതിൻ്റെ ആവശ്യം നമുക്ക് ഏകദേശം എന്താക്കിയാൽ മതി, ഗ്രാഫിൻ്റെ സ്വഭാവം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വരച്ചിരിക്കുന്നത് എന്താണ്, നമ്മൾ വരച്ചിരിക്കുന്നത് y ഈസ് ഈക്വൽ ടു a പ്ലസ് ഈ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഏരിയ കണ്ടുപിടിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 0ൻ്റെയും ഇതിൻ്റെയും ഇടയിലുള്ള സാധനമാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താണ്, 0ൻ്റെയും ഇതിൻ്റെയും ഇടയിലുള്ള സാധനം. നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ നമ്മൾ നോക്കിയാൽ 0ൻ്റെയും എൻ്റെയും ഇടയിലുള്ള സംഭവം നമ്മൾ എന്താക്കി ഷെയ്ഡ് ചെയ്തു അല്ലേ. ഇത് നമ്മളിവിടെ 0ൻ്റെയും അതേപോലെ ഈ കർവിൻ്റെയും ഇടയിലുള്ള റീജിയനാണ് നമ്മൾ എന്താക്കേണ്ടത്, ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവരെയാണ് നമ്മൾ എന്താക്കേണ്ടത് കുഞ്ഞുങ്ങളെ, ഇവരെയാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആദ്യം എന്താക്കുക മനസ്സിലാക്കുക. ഓക്കെ, ഡൺ. ഇനി പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇനി ഏരിയ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ഇതിൽ ഏരിയ കണ്ടുപിടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, കാരണം ഈ ഇതെന്ന് പറയുമ്പോൾ 1 ആണ്, ഇതെന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു a, അഥവാ ഈ ഏരിയ എന്ന് പറയുമ്പോൾ a ആണ്. ഓക്കെ അല്ലേ, ബിക്കോസ് ഇതെന്താണ് മക്കളെ, ഒരു റെക്റ്റാങ്കിൾ ആണ്, അതിൻ്റെ ലെങ്ത് a ആണ്, ബ്രെഡ്ത്ത് എന്താണ്, ലെങ്ത് 1 ആണ്, ബ്രെഡ്ത്ത് എന്താണ് a ആണ്. അപ്പോൾ 1 ഇൻറ്റു a ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ, a എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻറ്റഗ്രൽ 0 to 1. ഓക്കെ, ഇൻറ്റഗ്രൽ 0 to 1 അല്ലേ. അപ്പോൾ ഈ കർവിനെ നമ്മൾ എന്താക്കിയാൽ മതി, ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. അഥവാ a പ്ലസ് e റൈസ് ടു എക്സ്, ഓക്കെ, a പ്ലസ് e റൈസ് ടു എക്സ് മൈനസ് e റൈസ് ടു മൈനസ് എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. a പ്ലസ് e റൈസ് ടു എക്സ് മൈനസ് e റൈസ് ടു മൈനസ് എക്സിനെ നമ്മൾ എന്ത് ചെയ്യുക മക്കളെ, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം മക്കളെ, വാട്ട് ഇസ് ദാറ്റ്, a പ്ലസ്, ഓക്കെ, ഇൻറ്റഗ്രൽ 0 to 1 അല്ലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ a എക്സ് പ്ലസ് e റൈസ് ടു എക്സ്, ഓക്കെ അല്ലേ. പിന്നെ എന്താണ്, മൈനസ് e റൈസ് ടു മൈനസ് എക്സ് അല്ലെന്ന് പറയുമ്പോൾ എന്താണ്, പ്ലസ് e റൈസ് ടു മൈനസ് എക്സ് ആണ് അതിൻ്റെ ഇൻറ്റഗ്രൽ അല്ലേ. എവിടെ മുതൽ എത്ര വരെ മക്കളെ, 0 മുതൽ 1 വരെ. ഓക്കെ, അപ്പോൾ ഈ ഏരിയ ആണ് ക്വസ്റ്റ്യനിൽ എന്താക്കിയിരിക്കുന്നത്, നമ്മൾ തന്നിരിക്കുന്നത് അല്ലേ. ദിസ് ഏരിയ ഈസ് സംതിങ് ബട്ട് e സ്ക്വയർ പ്ലസ് 8e പ്ലസ് 1 ഡിവൈഡ് ബൈ e അല്ലേ. e സ്ക്വയർ പ്ലസ് 8e പ്ലസ് 1 ഡിവൈഡ് ബൈ e എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ a ഐഡൻറ്റിഫൈനെ പറഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ആദ്യം എന്താക്കുന്നതിന് അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് കൊടുത്താൽ ഇവിടെ a പ്ലസ് e അല്ലേ, പ്ലസ് എന്താണ് 1 ഡിവൈഡ് ബൈ ഇ. ഓക്കെ, ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാലോ, മൈനസ് ഓഫ്, നോക്കണേ, മൈനസ് ഓഫ് ഇവിടെ എന്ത് വരും, a ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ 0 ആണ് അല്ലേ. പ്ലസ് e റൈസ് ടു 0 എന്ന് പറയുമ്പോൾ 1 ആണ്, പ്ലസ് e റൈസ് ടു മൈനസ് 0 എന്ന് പറയുമ്പോൾ അതും എന്താണ് 1 ആണ്. ഓക്കെ, റെഡി അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു ദിസ് 1. റെഡി, അഥവാ ഇവിടെ ബ്രാക്കറ്റൊക്കെ ഞാൻ ഓപ്പാക്കണം. അപ്പോൾ a പ്ലസ് a നമുക്കറിയാം 2a എന്ന് വരും. പിന്നെ e പ്ലസ് 1 അല്ലേ, e പ്ലസ് 1 ഡിവൈഡ് ബൈ e എന്ന് വന്നു അല്ലെ. ഇവിടെ എന്ത് വരും, -2 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു ദിസ് 1. റെഡി, ഇനി ഞാൻ എന്ത് ചെയ്താൽ കംപ്ലീറ്റ്ലി ഞാൻ എന്ത് ചെയ്യാണ്, ഈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡും ഇനി നമുക്ക് എന്താക്കാം എഴുതാം. ഓക്കെ, അപ്പോൾ e സ്ക്വയർ പ്ലസ് 8e പ്ലസ് 1 ഡിവൈഡ് ബൈ ഇ അല്ലേ. കംപ്ലീറ്റ് ഞാൻ ഈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടെ എന്ത് വരും, 2ae പ്ലസ് e സ്ക്വയർ, ഓക്കെ, പ്ലസ് ഇവിടെ എന്ത് വരും, 1 മൈനസ് 2e എന്ന് വരും. ഇതാണെങ്കിലോ e സ്ക്വയർ പ്ലസ് 8e പ്ലസ് 1 എന്ന് വരും. റെഡി അല്ലേ. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ e സ്ക്വയറും പോയി അല്ലേ, 1ഉം പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ 2ae ഈസ് ഈക്വൽ ടു എന്താണ്, 10e എന്ന് വരും അല്ലേ. ഇത് അങ്ങോട്ട് പോയി -2e 10e എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ എന്തായിട്ട് പോയി, ക്യാൻസൽ ആയിട്ട് പോയി. അപ്പോൾ 2a ഈസ് ഈക്വൽ ടു 5, അപ്പോൾ 2a ഈസ് ഈക്വൽ ടു 10. അപ്പോൾ a ഈസ് ഈക്വൽ ടു എന്ത് കിട്ടിയാണ് മക്കളെ, 5 എന്ന് കിട്ടി. സോ ഓപ്ഷൻ 4 ആണ് അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആയോ? അത്രയുള്ള പരിപാടി മനസ്സിലായി. അപ്പോൾ ഈ ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ എന്ത് ടാസ്ക്. അത് സിംപ്ലി നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൻ്റെ ഐഡിയ ഉപയോഗിച്ച് നമുക്ക് വരക്കാൻ വേണ്ടി പറ്റും. ദിസ് ഇസ് ആൻ ഇൻക്രീസ് ഫംഗ്ഷൻ. അങ്ങനെ മാത്രം നമ്മൾ എന്താക്കിയാൽ മതി, ആലോചിച്ചാൽ മതി. ഓക്കെ.